ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് മെഗാ ഗിവ് ആണ് നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഇനി വിളിച്ചത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നാലുമണിക്കാറ്റ് എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്. അഞ്ചങ്ങാടിക്ക് അടുത്തുള്ള സ്ഥലമാണ് നാലുമണിക്കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിൻലി ബോട്ടിങ്ങിനൊക്കെ ആയിട്ട് പറ്റിയിട്ടുള്ള അടിപൊളി പ്ലേസാണ്. ഇഷ്ടംപോലെ പേര് ബോട്ടിങ്ങിനായിട്ട് വരുന്നൊരു സ്ഥലമാണ് ഇവിടെ. ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ബോട്ടിങ്ങിന് വരുന്നുണ്ട്. വളരെ തുച്ഛമായ നിരക്കിലുള്ള ബോട്ടിംഗ് സൗകര്യം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണ് നാലുമണിക്കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസാണ് നാലുമണിക്കാറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാലുമണിക്കാറ്റിൻ്റെ എൻട്രൻസ്. ഇവിടെയാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകാം. ഇവിടെ ക്രിസ്മസിന് പ്രമാണിച്ചിട്ട് സാന്റാ ക്ലോസിൻ്റെ ഒക്കെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഉള്ളിലോട്ട് പോകാം. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ ബോട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ വളരെ നിസ്സാരമായ റേറ്റിലുമാണ് ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ സൗകര്യമായിട്ടുള്ളത്. ഇപ്പോൾ ഭയങ്കര ഉച്ച സമയമാണ്, ഒരു 12 മണി ടൈമാണ്. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ വളരെ കുറവാണ്. എന്നാലും കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ പേര് കുറവാണ്. എന്താ പറയുക, ഇനി ബോട്ടിങ് എന്തായാലും ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും ഇഷ്ടംപോലെ പേര് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്കിനി നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കണ്ടന്റിലോട്ട് നമുക്ക് തിരിച്ചു വരാം. സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നാലുമണിക്കാറ്റിലൊരു റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ചെറിയൊരു കാട്ടിക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നാലുമണിക്കാറ്റിലുള്ള. അപ്പോൾ നാലുമണിക്കാറ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു, ഒരു അഞ്ചങ്ങാടി സ്ഥലത്താണ് നാലുമണിക്കാറ്റ് എന്ന് പറയുന്ന ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ എന്താ പറയുക, ചെറിയൊരു കാട് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് വെള്ളവും കായലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു കാട്. അതിനുള്ളിൽ എന്തോ മരക്കുത്തിനും എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോകാം. പിന്നെ നമ്മുടെ കൂടെയുള്ളത് എൻ്റെ ചേട്ടനും അതുപോലെ തന്നെ എൻ്റെ കസിനാണ്. എൻ്റെ ചേട്ടൻ ഗോഡി മീൻസൻ, അതുപോലെ തന്നെ എൻ്റെ കസിൻ ഷിനു, അങ്ങനെ 2 പേരാണ്. അതുപോലെ തന്നെ ഞാനുമാണ്. 3 പേരാണ് ഞങ്ങൾ ടോട്ടലി വന്നിട്ടുള്ളത്. ഗൈസ്, ഒരു സിംഹത്തിനെ കാണിച്ചു തരണോ? ഇതേ ഒരു സിംഹം, കാടിൻ്റെ ഉള്ളിലൊരു സിംഹം. അതുപോലെ തന്നെ വേറെ സംഭവങ്ങളൊക്കെ ഒരു തത്തേനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു കാടിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങൾ. ഇത് നാലുമണിക്കാറ്റ് റെയിൻ ഫോറസ്റ്റ് എക്സിറ്റ്. ചെറിയൊരു കാടാണ്, കാടെന്തായാലും കഴിഞ്ഞു. ചെറിയൊരു കാടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പുറത്തോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് കറക്റ്റ് കായലായിട്ട് വരുന്നത്. ഇവിടെയാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ദെൻ അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നന്നായി കാറ്റടിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും വോയിസ് ക്ലാരിറ്റി എന്തോരുണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ എന്തായാലും വേറെ ഫോൺ കണക്ട് ചെയ്ത് മൈക്ക് എന്തായാലും യൂസ് ചെയ്യുന്നില്ല. തന്നെ ഇവിടെയും ഭയങ്കര കായലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് നടക്കാം. എന്തായാലും ഇവിടെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ മാലോൾബും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. രാത്രിയിൽ എന്തായാലും അവർ കണക്ട് ചെയ്ത് സെറ്റാക്കുന്നതായിരിക്കും. ചെറിയൊരു ലൈബ്രറി ഇവിടെയുണ്ട് നാലുമണിക്കാറ്റിൽ. ഇവിടെ നിന്ന് വിശാലമായിട്ട് ഒരു വൈകുന്നേരമൊക്കെ വന്നിട്ട് ഒന്ന് ഒരു പുസ്തകം എടുത്തിട്ട് 2 പേജ് വായിക്കാനായിട്ട് ചെറിയൊരു ലൈബ്രറി സെറ്റപ്പ് നമ്മുടെ ഇവിടെ ഈ ലൊക്കേഷനിലുണ്ട്. ദെൻ ഒരു ചെറിയ പാർക്കുമാണ്, കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു ചെറിയ പാർക്കും ഇവിടെ അവൈലബിൾ ആണ്. ചെറിയ കുട്ടികൾക്കാണ്, വലിയ ആൾക്കാർക്കൊന്നുമല്ല. ചെറിയ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരു പാർക്കാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെറിയ പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കിൽ ഇവിടുത്തെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവരൊന്ന് മീറ്റ് ചെയ്യാം. മനോറും പണി കൂടിയോരാനയെ കൊന്നു അപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ എന്തെങ്കിലും കുറച്ച് ചേട്ടന്മാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവര് ചെറിയ കുട്ടികൾ കളിക്കാനുള്ള ഊഞ്ഞാൽ കയറിയിട്ട് ഇവർ കയറി കുറച്ച് പൈങ്കിടാങ്കൾ ഇവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നാടൻ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേരൊക്കെ ഒന്ന് പറയാം നമുക്ക്. പേര് പറഞ്ഞേട്ടനെ. ചേട്ടനാണ് നാടൻ പാട്ടിന്റെ മെയിൻ ഡാവ്, ക്യാപ്റ്റൻ. ചേട്ടൻ്റെ പേര്? ചേട്ടൻ? നിങ്ങളൊക്കെ ഈ ഭാഗത്ത് ആൾക്കാർ തന്നെയാണോ? അപ്പൊ ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിട്ട് ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവരെല്ലാ ദിവസവും വന്നിട്ട് ഇവിടെ നിന്ന് വിശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോയാലോ? ബൈ. ഓക്കെ ബൈ. പോട്ടെ.
സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അധികം ടൈം കളയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വെയിൽ വരുന്നുണ്ട്, നന്നായി വെയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലോട് അടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകും നമ്മുടെ ഗിവ് എവേയിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രൈസസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനൽ ഇപ്പോൾ 1K അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 1082 സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ കറൻ്റ്ലി ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്. അപ്പോൾ എന്തായാലും ഈ 1K എന്നുള്ളത് 10K അതുപോലെ തന്നെ 100K ഇങ്ങനെ മൊത്തം ആയിക്കൊണ്ടിരിക്കട്ടെ എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് അതുപോലെ ആയിരിക്കും നമ്മുടെ ചാനലിലെ ഗ്രോത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയാം, ബിഗ് ഷൗട്ട് ഔട്ട് എന്ന് പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഗിവ് എവേ എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഞാൻ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിവ് എവേ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൈസും കാര്യങ്ങളൊക്കെ തരണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മളിന്ന് ഗിവ് എവേ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് സാധാരണ എല്ലാ ഗിവ് എവേസ്, അതായത് ഇപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സ് ആയാലും അവരെല്ലാ ഗിവ് എവേസിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൈസ് കിട്ടോ ഇല്ല നിങ്ങൾക്ക് ഷുവർ ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു ഗിവ് എവേയിൽ നിങ്ങളൊന്ന് പരമാവധി പരിശ്രമിച്ച് നിങ്ങൾക്ക് എന്തായാലും ഗിവ് എവേയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് എന്തായാലും അടിക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു ഗിവ് എവേ ഒരു പാർട്ടിസിപ്പേഷനാണ് നമ്മളിവിടെ കരുതിയിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, അപ്പോൾ നമ്മുടെ പ്രൈസസ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു 3 കാറ്റഗറിയാണ് നമ്മൾ പാക്കിയിട്ടുള്ളത്. അതായത് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് ആൻഡ് തേർഡ് പ്രൈസ്. ഫസ്റ്റ് പ്രൈസ് വേണ്ട, ആദ്യം തന്നെ തേർഡ് പ്രൈസ് അറിയാം. തേർഡ് പ്രൈസ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മളെന്തായാലും അടിപൊളി സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഗിവ് എവേ നൽകുന്നത്. ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ, ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആൻഡ് ഒരു സ്മാർട്ട് വാച്ച്. അങ്ങനെ 3 ടൈപ്സ് നമ്മൾ പ്രൈസസ് ആണ് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ അറ്റ് ലാസ്റ്റ് ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സും എല്ലാവരും ഇപ്പോൾ നമ്മുടെ ഗിവ് എവേയിൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് ഒരു ഗ്ലീമും അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടാണ് അവരതിൻ്റെ റിസൾട്ട്സ് പ്രഖ്യാപിക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ നിങ്ങൾ എത്രത്തോളം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുന്ന വഴിയാണ് അതിൽ ആ ഒരു ഗ്ലീം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്താ പറയുക അതിൽ പ്രൈസ് കിട്ടുന്നത്. പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന അങ്ങനെ വെബ്സൈറ്റും കാര്യമൊന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം നിങ്ങളതിൽ എത്രത്തോളം പരിശ്രമിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് അതിൽ പ്രൈസ് എന്തായാലും അടിച്ചിരിക്കും. ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ഗിവ് എവേ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ദെൻ അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എൻ്റെ ചാനൽ കയറി നിങ്ങൾക്ക് പ്രൈസ് അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റെ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. അങ്ങനെ ടൈപ്പ് ചെയ്തിരുന്ന വഴി ഏത് കമൻസിനാണോ ഏറ്റവും കൂടുതൽ ലൈക്സ് വരുന്നത് അവർക്കായിരിക്കും നമ്മുടെ ചാനലിൽ പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരെയും കൊണ്ട് ലൈക്ക് അടിപ്പിക്കുക. അങ്ങനെ ഏറ്റവും കൂടുതൽ ലൈക്സ് വരുന്ന ആൾക്ക് നമ്മുടെ സ്മാർട്ട് വാച്ച് കിട്ടുന്നതായിരിക്കും. ദെൻ അതിന് താഴെ വരുന്ന ആൾക്ക് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ വരുന്നതായിരിക്കും. അതിന് താഴെ വരുന്നവർക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് നിങ്ങൾ ലൈക്സ് കൂടുതലായിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന വഴി നിങ്ങളായിരിക്കും അതിൻ്റെ ഗിവ് എവേയിലെ വിന്നേഴ്സ്. ദെൻ ഇതിൻ്റെ പ്രൈസ് അനൗൺസ്മെൻറ്റ്, അതായത് ആരൊക്കെയാണ് ഇതിൽ ഗിവ് എവേയിൽ പ്രൈസ് അടിച്ചതിനുള്ള അനൗൺസ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മോണിറ്റൈസേഷൻ ഇനേബിൾ ആവാനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള. ഒന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നു, പിന്നെ 4000 വാച്ച് അവർ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് 4000 വാച്ച് അവറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നിയർലി റോഡ് ടു 4000 വാച്ച് അവർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു 4000 വാച്ച് അവർ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എൻ്റെ പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ ഈ ഗിവ് എവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെയിറ്റ് ഫോർ ദാറ്റ് വീഡിയോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗിവ് എവേ വിന്നേഴ്സിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ ഗിവ് എവേയിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൈസസ് ഒക്കെയാണ് നമ്മളിന്ന് പറയാനായിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടമായാലും ഡിസ്ലൈക്ക് അടിക്കുന്നതിനെ കുറിച്ചുള്ള കമൻറ്റ്സ് എന്തായാലും താഴെ കൊടുക്കുക. എന്നിട്ട് അത് ഷെയർ ചെയ്ത് ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടുന്ന ആൾക്കാണ് നമ്മുടെ ചാനലിൽ ഗിവ് എവേയുടെ നമ്മൾ നൽകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പരമാവധി ശ്രമിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ തന്നെ ആയിരിക്കും എന്തായാലും ഫസ്റ്റ് പ്രൈസിൽ സ്മാർട്ട് വാച്ചും അതുപോലെ തന്നെ ഹെഡ്സെറ്റ് വാങ്ങേണ്ട ഒരു സ്പീക്കർ വാങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ വേണ്ടി നമുക്ക് നാളെ പാക്കലാം.